അപ്പോൾ ഗൈസ് നമ്മൾ ആ ടെമ്പിളിൻ്റെ അവിടെ തിരിച്ചെത്തിയത് സ്കന്ദഗിരി ടെമ്പിൾ. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് സ്കന്ദഗിരിയുടെ ഒരു ബോർഡ് കാണാം. അതുപോലെ റൈറ്റ് പോയാലാണ് ട്രക്കിംഗ് ഏരിയ. അപ്പോൾ റൈറ്റ് പോകാനായിട്ട് മോർണിംഗ് വരണം, ഈ ടൈമിലൊന്നും ഇല്ല. നമുക്കത് ബുക്ക് ചെയ്തിട്ട് വേണം അവിടെ വരാനായിട്ട്. ഇവിടെ നോക്കിയാൽ ഈ ഒരു മൗണ്ടൻ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ മേള് വരെയാണ് ട്രക്ക്. മേളിലൊരു ഫോർട്ട് ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്കെന്തായാലും കാണാൻ പറ്റിയില്ല, മോർണിംഗ് വരണം. നമ്മൾ ഈവനിങ്ങിലാണ് എത്തിയത്. അപ്പോൾ എനിവേസ് ഗൈസ്, നമുക്ക് പുതിയ സ്ഥലങ്ങളിലേക്ക് പോവാം. ഗൈസ് നമ്മൾ കിടിയിൽ ഒരു റെയിൻബോ നമുക്ക് കിട്ടി. നിങ്ങൾ അതിനകത്ത് വരുന്നുണ്ടല്ലേ? ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങിയതാണ് ഗൈസ്. അപ്പോഴാണ് ഒരു കിടിയിലെ ഒരു റെയിൻബോ. നൈസ് സാധനം. ഫുള്ളില്ല, നമുക്കത് ഹാഫേ ഉള്ളൂ. എന്തായാലും കിട്ടിയത് നൈസായി. സോ ബ്യൂട്ടിഫുൾ. അപ്പോൾ ഗൈസ് നമ്മളിതാ ഇവിടെ ഒരു ടെമ്പിളിനുള്ളിൽ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ പറ്റുമോ എന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഇവിടെ ഒരു ഭോഗ നന്ദീശ്വര എന്നാണ് എൻ്റെ പേര്. ഞങ്ങളാ പോയ സ്ഥലമുണ്ടല്ലോ, സ്കന്ദഗിരിയുടെ അടുത്തുള്ളൊരു സ്ഥലമുണ്ട്. ഓക്കെ, നമ്മളിതാ ഈ ടെമ്പിളിനുള്ളിൽ വന്ന് കഴിഞ്ഞു. ഉള്ളിനുള്ളിൽ നോക്കിയാൽ കണ്ടില്ല, നല്ല ഓപ്പൺ ആയിട്ടുള്ളൊരു കിടിലൻ ഗ്രൗണ്ടാണ്. അവിടെ ചെറിയ പോണ്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് അങ്ങോട്ടൊന്ന് പോയിട്ട് നോക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ നോക്കിയാൽ ഇതാ ടെമ്പിളിൻ്റെ, ഞാൻ പറഞ്ഞില്ല, ആ ഗ്രൗണ്ടിൻ്റെ നടുക്കായിട്ടൊരു പോണ്ടാണ്. ചെറിയൊരു പോണ്ടാണ് കേട്ടോ. ആൾക്കാരൊക്കെ അവിടെ വന്നിരുന്നിട്ട് കാലൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ആൾക്കാർ. അതുപോലെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു പില്ലേഴ്സ്, ഇത് നമ്മുടെ ഈ ടെമ്പിളിനെ ഫുൾ ഇങ്ങനെ കവർ ചെയ്യുന്നുണ്ട്. നോക്കിയാൽ അത് ടെമ്പിൾ ഗ്രൗണ്ടാണ്, അത് ഫുൾ ഇങ്ങനെ കവർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഗൈസ്, വെൽക്കം ടു രാജീസ് വ്ലോഗ്സ്. നമ്മളിതാ ഇന്നലെ നമ്മൾ വേറൊരു സ്ഥലത്ത് പോയി. ഇന്ന് നമ്മൾ ശ്രീനിവാസ സാഗര റിസർവെയർ എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. പക്ഷേ ഇവിടെ ഒന്നുമില്ല കേട്ടോ. ഒരു റിസർവെയർ ഉണ്ട്, വെള്ളം ഭയങ്കരമായിട്ട് കുറവാണ്. നമ്മൾ ആക്ച്വലി ഈ വെള്ളച്ചാട്ടം എന്ന് പറയാൻ പറ്റത്തില്ല, റിസർവെയറിൻ്റെ മേളിൽ കൂടെ വെള്ളം ഓവർഫ്ലോ ആകുന്നൊരു സെറ്റപ്പാണ്. അത് കാണാനാണ് നമ്മുടെ വന്നത്. സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇത് കണ്ടില്ല, ഇതൊരു റിസർവെയറാണ്. നമ്മുടെ ഇടുക്കി ഡാമുമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല സംഭവം. പക്ഷേ കുഴപ്പമില്ല, വെള്ളം കൂടെ വേണമായിരുന്നു. അതുണ്ടെങ്കിൽ അതിൻ്റെ ഒരു രസം വരത്തുള്ളൂ. ബാംഗ്ലൂരൊക്കെ ഇത്രയും മഴ പെയ്തിട്ടും ആക്ച്വലി വെള്ളം വളരെ കുറവാണ് ഇവിടെ. അവിടെ നിന്നോ വീഡിയോ. അപ്പോൾ ഗൈസ്, ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ശ്രീനിവാസ സാഗര നിങ്ങൾക്ക് കാണാം വീഡിയോയിൽ. പക്ഷേ പ്രശ്നം നമുക്കിതൊരു ഇവിടെ ടെൻ്റ് അടിച്ചും ആൾക്കാർ കുറേ എന്താണ്, നമുക്ക് ആ ഒരു എല്ലായിടത്തും ഒരു കൊമേഴ്സ്യലൈസേഷൻ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഫീലാണ്. ഇവിടെ നമ്മൾ ചുറ്റുവട്ടം ഒന്ന് കറങ്ങി നോക്കിയാലും എനിക്ക് തോന്നുന്നില്ല ഇവിടെ അധികം കാണാനും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. ചെറിയൊരു ഗ്രൗണ്ട് പോലെ ഇവിടെ ഉണ്ട്. പക്ഷേ ഒരു നാച്ചുറൽ ബ്യൂട്ടി ഒത്തിരിയുള്ള സ്ഥലങ്ങളാണ്. നമുക്ക് ഇവിടെ തന്നെ നിൽക്കണമെന്നില്ല. ഓൺ ദ വേ ആണെങ്കിലും എവിടെയെങ്കിലുമൊക്കെ സ്റ്റോപ്പ് ചെയ്താൽ നമുക്ക് കുറച്ച് നൈസായിട്ടുള്ള ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഇവിടെ ചെറിയൊരു പോണ്ടിന് മുകളിലൊരു കിളിക്കൂടുണ്ട്. അതെങ്ങനെ നമ്മൾ ഫോട്ടോ എടുക്കും? അവിടെ ഒരു ബേർഡ് ഇരിപ്പുണ്ട്, കണ്ടോ? നോക്കിയാൽ മോനെ, ഞാൻ സീ ദെയർ ഓർ നോട്ട്? ഒരു യെല്ലോ കളർ ബേർഡിനെ കാണുന്നുണ്ടോ അവിടെ? ബേർഡ്സ് ഹോം ഈസ് ദെയർ. യു സീ ദ ബേർഡ്സ് ഹോം? നെസ്റ്റ്. നെസ്റ്റ് യു ക്യാൻ സീ. ഇതോ ആ ട്രീയുടെ അവിടെ നോക്കി ഇങ്ങനെ ഒരു സൂത്രം ഇങ്ങനെ കിടക്കുന്നുണ്ടോ? കാണുന്നുണ്ടോ? അപ്പോൾ ഗൈസ്, നമ്മളിവിടെ അത്യാവശ്യം ഒന്ന് കറങ്ങി. ഇനി നമുക്ക് ഓൺ ദ വേയിൽ കുറച്ച് ലൊക്കേഷൻസൊക്കെ നോക്കണം. ഇവിടെ ഞാൻ മകനെ ഒരു കിളിക്കൂടൊക്കെ കാണിച്ചു. ഇവിടെ നിന്ന് ഇങ്ങനെ കാണത്തില്ല തോന്നുന്നു. ഇവിടെ ഒരു കിളികളൊക്കെ പറന്നു പോകുന്നുണ്ട്. കിളികളുണ്ട്. അതുപോലെ തന്നെ ഒരു കിളിക്കൂട് അവിടെ നമുക്ക് കാണാം. നമുക്ക് അങ്ങോട്ടൊന്ന് ഇറങ്ങാൻ പറ്റുമോ നമുക്കൊന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ ഇതുണ്ട്, ഇവിടെ ഫുള്ള് ചെളിയാണ് കേട്ടോ.
എന്നിട്ട് അങ്ങോട്ട് അടുത്തോട്ട് പോകുന്ന പാടാണ്. ഇവിടെ നോക്കിയാൽ നമുക്കൊരു ചെറിയ പോണ്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് ഒരു മരത്തിൽ ഒരു കിളിയുണ്ട്. അത് നോക്കട്ടെ, അപ്പുറത്തെ സൈഡിൽ കൂടെ പോകാൻ പറ്റുമോ നമുക്ക് നോക്കാം. ഇവിടെ ഫുള്ള് ചെളിയാണ്. ഇവിടെ ഷൂസിനകത്തെല്ലാം ചെളിയാവും. ഇവിടെ കയറിയാൽ പക്ഷെ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ഇവിടെ ഫുള്ള് ഞാൻ പറഞ്ഞില്ലേ, നല്ലൊരു പോണ്ടാണ്. മേളിൽ നിന്നൊരു വ്യൂ നിങ്ങൾക്കത് കാണാൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം. ഇവിടെ നോക്കിയാൽ ഒരു നൈസ് ഒരു എന്താണ് ഗ്രീനറി. നമ്മുടെ ശിവന എന്താണ് ശ്രീനിവാസ സാഗര ഡാം, അവിടെ ഒരു ടെമ്പിളുണ്ട്. ഇങ്ങനെ വന്നാൽ നമുക്കിവിടെ ഡാം. ഇന്ന് വൈഡ് ഷോട്ട് എടുത്താലും നല്ലൊരു രസമായിരിക്കും തോന്നുന്നു. കുറച്ച് ഫിൽറ്ററൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ നമ്മുടെ വാട്ടർഫോളിൻ്റെ വളരെ അടുത്തെത്തി. മോനെ അങ്ങോട്ട് പോകല്ലോ കേട്ടോ, ഇവിടെ നിൽക്കും, പറയുന്നത് കേൾക്കും. അപ്പോൾ പറയുന്നത് കേൾക്കും. വി ആർ വെരി ക്ലോസ് ടു ദ വാട്ടർഫോൾ. നമുക്കൊരു പിക്ക് എടുക്കാം. ഇവിടെ ഒരു ചെറിയ ഒരു മൂർത്തി എന്താ സെറ്റപ്പൊക്കെ ഉണ്ട്. മാർച്ച് 1889 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എന്താ സംഭവം നടത്തുന്നത്? ജൂനിയോ ഹാൻ ഇവിടെ രണ്ട് പിള്ളേർ മീൻ പിടിക്കുന്ന ഒരു സെറ്റപ്പുണ്ട്. നമുക്കൊന്ന് നോക്കാം, 1-2 ഷോട്ട്സ് കിട്ടാൻ പറ്റുമോ. ഇവിടെ നിൽക്കാം, അങ്ങോട്ട് പോകണ്ട കേട്ടോ. മോൻ ഇവിടെ നിൽക്കാം. കം സ്റ്റാൻഡ് ഹിയർ. See, they are catching fish. Maybe they will get some fish. Who knows? Fish irka? Fish. മീൻ എടുക്കാം. ഓക്കെ, ലുക്ക്.